സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. ജൈവകുലത്തിന്റെ ഉൽപ്പത്തി ചരിത്രം മാറ്റി എഴുതിയ ചാൾസ് ഡാർവിൻ മുതൽ നരവംശത്തെ നഗ്ന വാനരനാക്കി പഠിച്ച ഡെസ്മണ്ട് മോറിസ് വരെയുള്ള ഒട്ടും അന്ധവിശ്വാസികളല്ലാത്ത ശാസ്ത്രജ്ഞന്മാർ ഹോമോസാപ്പിയൻസ് ആയ മനുഷ്യനെ അച്ഛനും അമ്മയും കുട്ടികളും അടങ്ങുന്ന ഒരു പ്രൈമറി യൂണിറ്റിനകത്ത് കഴിയാൻ ആഗ്രഹിക്കുന്ന കുടുംബജീവികളുടെ ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സാമൂഹികമോ ചരിത്രപരമോ രാഷ്ട്രീയമോ വൈയക്തികമോ ബുദ്ധിപരമോ ആയ എന്തെന്ത് കാരണങ്ങൾ കൊണ്ടായാലും ഈ ജനിതക താല്പര്യം നിറവേറ്റപ്പെടാത്തിടത്തോളം മനുഷ്യന് ഏത് നാട്ടിലായാലും ഏത് കാലത്തിലായാലും അസംതൃപ്തമായി ജീവിതം തള്ളി നീക്കേണ്ടി വരും. സന്മനസ്സുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഗൗരവപൂർണമായ ഇടപെടലിലൂടെ മാത്രമേ അനാഥരായി ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ കുടുംബങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും സാമൂഹിക അന്തരീക്ഷം ശുദ്ധീകരിക്കാനും കഴിയുകയുള്ളൂവെങ്കിലും വേറിട്ട കാഴ്ചകളുടെ ഈ അധ്യായത്തിൽ നമ്മോടൊപ്പമുള്ള ഫാദർ ഫ്രാൻസിസ് മുളയ്ക്കൻ തെരുവിലലയുന്ന കുട്ടികളെ സംസ്കൃത സമൂഹത്തിലേക്ക് പറിച്ചു നടാൻ തന്നാലാവുന്നത് ചെയ്യുന്നു. ഒരു 21 വർഷം മുമ്പ് ജനവികാസ് സൊസൈറ്റി ഫോം ചെയ്തു. എന്നെ ഉൾപ്പെടെ 7 പേരുണ്ടായിരുന്നു. 1995 രജിസ്റ്റർ ചെയ്തു. അതിനു മുമ്പ് ഞാൻ പല ഭാഗത്തും മഹാരാഷ്ട്രയിൽ ജോലി ചെയ്തു. അപ്പോൾ ആദ്യം സ്കൂളിലും ബോർഡിങ്ങിലും ഒക്കെ അത് ഒരുവിധം റിച്ചായിട്ടുള്ള സ്കൂളായിരുന്നു. കൂടുതലും ഈ ക്രീം ഓഫ് ദ സൊസൈറ്റി അല്ലെങ്കിൽ അപ്പർ സ്ട്രാറ്റയിലുള്ള സൊസൈറ്റിക്ക് വേണ്ടിയായിരുന്നു സ്കൂൾ നടത്തിയിരുന്നത്. പാവങ്ങൾക്ക് അല്ലെങ്കിൽ ഏറ്റവും ലോ കാറ്റഗറിക്ക് ഒരിക്കലും ഒരു പ്രിഫറൻസോ ഒന്നും കിട്ടിയിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൽ നിന്ന് മാറി വേറൊരു സംരംഭം ലോ സ്ട്രാറ്റയിലുള്ള ആൾക്കാരെ സെർവ് ചെയ്യണമെന്ന് എനിക്ക് ഹ്യൂമാനിറ്റിയെ സെർവ് ചെയ്യുമ്പോൾ അതാണ് ഏറ്റവും ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നി. അങ്ങനെ സ്കൂൾ ലൈഫ് വിട്ടിട്ട് ഞാൻ ബോംബെയിൽ വന്നു. എന്നിട്ട് ഇങ്ങനെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തു. ഒരു ചെറിയ സൊസൈറ്റി ഫോം ചെയ്തു. അത് കഴിഞ്ഞ് അത് സ്ട്രീറ്റ് ചിൽഡ്രനും റാക്ക് പിക്കിംഗ് ചിൽഡ്രനും വേണ്ടിയായിരുന്നു. ആദ്യത്തെ 3 വർഷം ഞാൻ തന്നെ മിക്കവാറും സ്ട്രീറ്റുകളിലൊക്കെ പോവുകയും ബോംബെയിലെ മിക്കവാറും റെയിൽവേ സ്റ്റേഷനിലും അവിടെയൊക്കെ തന്നെ പോയി വിസിറ്റ് ചെയ്യുകയും രാത്രിയിൽ സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പിള്ളേർക്ക് കൂടുതലും ഒരു ഹോംലെസ്നെസ്, അവർക്ക് വീടുകളില്ല, അവർക്ക് താമസിക്കാൻ സ്ഥലമില്ല. ഈ സന്ദർഭങ്ങളിലെല്ലാം അവർ ബസ് ഡിപ്പോയിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ ബ്രിഡ്ജിൻ്റെ അടിയിലോ പല സ്ഥലത്തായിട്ടായിരുന്നു സ്പെൻഡ് ചെയ്യുന്നത്. അവരെ ഒത്തിരി മിസ്യൂസും ഇമോഷണലായിട്ടും സെക്ഷലായിട്ടും ഒക്കെ മിസ്യൂസ് അബ്യൂസും ഒക്കെ നടന്നിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടു കഴിഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞ് ഇപ്പോൾ ഇവർക്ക് ഒരു ഷെൽട്ടർ കൊടുക്കണമെന്ന് എനിക്ക്. അതുകൊണ്ട് അപ്പോൾ ഏകദേശം 1 വർഷം ഈ സ്ട്രീറ്റിൽ തന്നെ പ്രവർത്തിച്ചു. അത് കഴിഞ്ഞ് ഗവൺമെൻറ്റിലേക്കൊരു പ്ലോട്ടിന് അപ്ലൈ ചെയ്യും. അങ്ങനെ സ്ട്രീറ്റ് ഹോം എന്നുള്ളത് എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെ സ്ട്രീറ്റ് ഹോം തുടങ്ങി. അപ്പോഴേക്കും പല റൂളുകളും വ്യവസ്ഥകളും ഒക്കെ മാറിയിരുന്നു. അപ്പോൾ അതിന് ലൈസൻസ് എടുക്കണം, അങ്ങനെ പല കാര്യങ്ങളും വന്നു. അപ്പോൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞ് ഒരു ചെറിയ പ്ലോട്ട് നമുക്ക് അലോട്ട് ചെയ്തു. ആദ്യം 1 ഫ്ലോറേ ഉണ്ടായിരുന്നുള്ളൂ, അതായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ഉടനെ എല്ലാവരും അപ്പോൾ കൂടുതൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ പലരും ഒക്കെ ആയിട്ട് യോജിച്ചും അങ്ങനെ വേറെ ഓർഗനൈസേഷനും ഒക്കെ ആയിട്ട് യോജിച്ച് പ്രവർത്തിച്ച് അപ്പം നീഡുകളും മറ്റ് കൂട്ടമൊക്കെ കൂടി 3-4 പേര് ലൈക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ നിന്നുള്ള 2-3 പേര് അതിൻ്റെ ആദ്യം കൂട്ട് ഇവിടെ വന്നേ. പിന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പും ഒരു ബ്രദർ ജെയ്സൺ എന്ന് പറയുന്ന പുള്ളി ഇപ്പോൾ കൂടെയില്ല, പുള്ളിയൊക്കെ ആയിരുന്നു എൻ്റെ ഏറ്റവും. പിന്നെ ഒരു ബ്രദർ ഷാജു, പുള്ളി ഇപ്പോൾ ഇവിടെ ഇല്ല, പിന്നെ പുള്ളി ലണ്ടനിലേക്ക് മാറി അവിടെ ജോലിയായി. ഈ ബ്രദർ ഇപ്പോഴും കൂടെയുണ്ട്. പുള്ളിയുടെ സിമ്പിളായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാവരും കൂടെ കൂടി ഒരു ഹോം സ്റ്റാർട്ട് ചെയ്തു. The vision and mission of the institution is working towards the betterment of the street children, rag pickers, orphans, semi-orphans and underprivileged children of the society. At present we have 3 rehabilitation centers, 2 for boys and 1 for girls. All of them are going to the schools
and the age group is 7 to 18. At the same time, we have a 5 daycare centers in and around of this town, and there are various activities going on for the betterment of the children. എനിക്ക് തന്നെ ഉൾപ്പെട്ട പ്രയാസം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനും അപ്പോൾ അത്ര ലോ സ്ട്രാറ്റയിൽ ഞാൻ ജീവിച്ചിട്ടുമില്ലായിരുന്നു അതിനു മുമ്പ്. അപ്പോൾ അതിലൊക്കെ ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞപ്പോൾ പിള്ളേർ വരും, കൂടെ ഇരിക്കും, ചിലപ്പോൾ ചുവട്ട് തൊഴിലാളികളായിരിക്കും, ചിലപ്പോൾ ബെഗ് ചെയ്യുന്നവരായിരിക്കും, ചിലപ്പോൾ പോളിഷ് ചെയ്യുന്നവരായിരിക്കും, ചിലർ ധർമ്മം തണ്ടുന്നവരായിരിക്കും, പാട്ട് പാടുന്നവരായിരിക്കും, ട്രെയിനേൽ അങ്ങനെയുള്ള. അപ്പോൾ അവരുമായിട്ടിരിക്കും, ഒരു ചായ കുടിക്കുക. അപ്പോൾ അന്നത്തെ സമയത്ത് തന്നെ എൻ്റെ ഡ്രസ്സിങ് തന്നെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഒരു ജൂബയും സിമ്പിൾ ജൂബയായിട്ട് ഇങ്ങനെ പോയി അവരുടെ കൂടെ ഇടപഴകുക, അവരെക്കുറിച്ച് അറിയുക, ചോദിക്കുക, അവരെ അങ്ങനെ കൂട്ട് പല നീടും അവർക്കുണ്ടായിരുന്നു. എല്ലാം എന്നെക്കൊണ്ട് നടത്താൻ പറ്റുന്നില്ലായിരുന്നു, എന്നാലും പല കാര്യങ്ങളും ഞാൻ അറിഞ്ഞു. അതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ കൂടുതലും കൂട്ട് ഇതിലേക്ക് ഇറങ്ങിച്ചെല്ലാമെന്നുള്ളത്. പിന്നെ ആദ്യം ഞാൻ എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ 1 വർഷം ലീവ് എടുത്ത് സ്കൂളിൽ നിന്ന് വന്ന്, അത് കഴിഞ്ഞ് 2 ആക്കിയത് 1 വർഷം കൂടെ ഇൻക്രീസ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാനത് ടോട്ടലായിട്ട് വേണ്ടെന്ന് വെച്ചാൽ ജോലി വേണ്ട, ഇനി ഇത് ഉണ്ട് കൂട്ട് സ്കൂളിൽ മറ്റ് കൂടുതലും വലിയവരാക്കുന്നേക്കാളും കൂടെ ഇവരെ കുറച്ചുകൂടെ ഉയർത്തുക, അങ്ങനെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിൽ ഏഴല്ലൂർ മുളയ്ക്കൽ ഫ്രാൻസിസ് ചാക്കോയുടെയും അന്നക്കുട്ടിയുടെയും 8 മക്കളിൽ 5-ാമനായ ഫ്രാൻസേലിയൻസ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മിഷണറീസ് ഓഫ് ഫ്രാൻസിസ് ഡി സെയിൽസിന്റെ വിശാഖപട്ടണത്തെ മാതൃസ്ഥാനത്ത് 1977 19-ാം വയസ്സിൽ ദൈവമാർഗത്തിൽ പരിശീലനം ആരംഭിച്ചത്. 1988 പുരോഹിതനായി പട്ടം കിട്ടി. ഇതിനിടയ്ക്ക് കമ്മ്യൂണിറ്റി ഹെൽത്തിൽ MSc, ആൾട്ടർനേറ്റീവ് മെഡിസിനിൽ ഡിപ്ലോമ, നിയമത്തിലും അധ്യാപനത്തിലും ബിരുദങ്ങൾ എന്നിങ്ങനെ വിദ്യാഭ്യാസത്തിലെ ഔപചാരിക പടവുകൾ ഓരോന്നായി കയറിപ്പോകുമ്പോഴും ഈ പിതാവ് കൂടുതൽ വിനീതനാവുകയായിരുന്നു. എഡ്യൂക്കേഷൻ ടൈമിലാണ് ഞാൻ ഇങ്ങനെയുള്ള ഒരു ജോലിയെക്കുറിച്ച് ചിന്തിച്ചും ആരും പറഞ്ഞതിനെ വിട്ടൊന്നുമല്ല. ഒരു ചലഞ്ച് ഇല്ലായിരുന്നു എനിക്ക് സ്കൂളിലും ഈ റൊട്ടീനായിട്ട് പിള്ളേരെ പഠിപ്പിക്കാനും, ചുമ്മാ പോയി പഠിപ്പിക്കുക, അതും കൂടുതൽ പണക്കാരുടെ പിള്ളേരെ പഠിപ്പിച്ച് വലിയവരാക്കുക. അപ്പോൾ അത് എനിക്കൊരു കോൺഫ്ലിക്റ്റ് ആയിരുന്നു എൻ്റെ മനസ്സിൽ. എന്നാൽ ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ വൈകുന്നേരം തന്നെ ഈ സ്കൂൾ അടയ്ക്കുമ്പോൾ തന്നെ ഒരു 2 മണിക്കൂർ ഈ പിള്ളേരെ വിളിക്കും. ഈ പാവങ്ങളെ പിള്ളേരെ അതിൻ്റെ അകത്തുള്ളതും സ്കൂളിൽ നിന്നുള്ളതും അടുത്ത ഹിന്ദി മീഡിയം സ്കൂൾ നടത്തുന്നു. ഇംഗ്ലീഷ് മീഡിയത്തിലായിരുന്നു ഞാൻ. അപ്പോൾ ഹിന്ദി മീഡിയത്തിലെയും പിള്ളേരെ വിളിച്ച് ഒരു ക്ലാസ്സിലാക്കി അവർക്ക് ട്യൂഷൻ പോലെ പഠിപ്പിക്കും, അവിടെ ഇരുന്ന് പഠിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ തുടങ്ങി അതൊരു നൈറ്റ് സ്കൂളായിട്ട് മാറി. അതിപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 10-90 പിള്ളേരുണ്ട് അതിൻ്റെ അകത്ത്. അങ്ങനെയുള്ള പാവങ്ങളെ ഒരു സേവനമായിട്ട് ഞാൻ തുടങ്ങി. ഇത് ആദ്യമായിട്ടാണ് ഈ ഞങ്ങളുടെ സഭയിൽ നിന്ന് ഇങ്ങനെയുള്ളൊരു ജോലിക്ക് ആദ്യമായിട്ടാണ് പോകുന്നത്. ഞാൻ തന്നെയാണ് ഈ മിനിസ്ട്രി ടു സ്ട്രീറ്റ് ചിൽഡ്രൻ, റാക്ക് പിക്കിംഗ് ചിൽഡ്രൻ, പുവർ ചിൽഡ്രൻ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറായത്. അങ്ങനെ ഓപ്റ്റ് ചെയ്തു ഞാൻ ഈ ജോലി വിട്ടിട്ട് ഇതുപോലെ വരണം. അപ്പോൾ സ്ട്രീറ്റിൽ താമസിക്കുക, മനസ്സിലാക്കുക, പഠിക്കുക. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു മിനിസ്ട്രി ഈ സഭയ്ക്ക് വേണ്ടി ഞാനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സഭയ്ക്ക് ഒരു ലോകത്തിലാദ്യമായിട്ട് തന്നെ ഈ സഭയ്ക്ക് വേണ്ടി. ഇതിനു മുമ്പ് ജെസ്യൂട്ട്സ്, ഡൊമിനിക് സാവിയോ പലരും ഇതുപോലെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത് തുടങ്ങുന്നത്. നവി മുംബൈയിലെ കോപ്പർ ഖൈർണയിൽ തെരുവ് കുട്ടികളെ ഏറ്റെടുത്ത് വളർത്താൻ ജൻ വികാസ് സൊസൈറ്റി ആരംഭിക്കുന്നതിന് മുൻപ് ഫാദർ ഫ്രാൻസിസ് സമൂഹത്തിലെ ഉന്നതരുടെ മക്കളെ കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കാനുള്ള സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു. എന്നാൽ ദൈവത്തിലേക്കുള്ള പാത അതല്ലെന്ന് അദ്ദേഹം പെട്ടെന്ന് തിരിച്ചറിഞ്ഞു.
വൃത്തിഹീനമായ നഗര പരിസരങ്ങളിൽ ചപ്പുചവറുകൾക്കിടയിൽ ആഹാരം തേടി അലയുന്ന കുഞ്ഞുങ്ങളും ഈശ്വര സൃഷ്ടി തന്നെയാണെന്ന് മനസ്സിലാക്കി അവരോട് അടുക്കാൻ തുടങ്ങി. പക്ഷേ MSFS എന്നറിയപ്പെടുന്ന പുരോഹിത സംഘം പോലും അത്തരം പരിശ്രമങ്ങളെ പ്രകടമായ ഫലപ്രാപ്തിയിലെത്തുന്നതുവരെ പിന്തുണച്ചില്ല. എന്നാൽ ഫ്രാൻസിസ് അച്ഛന് തന്റെ മാർഗത്തെപ്പറ്റി ഒട്ടും സംശയമില്ലായിരുന്നു. അനാഥ കുട്ടികളെ, അതുപോലെ തന്നെ സ്ട്രീറ്റ് ചിൽഡ്രനെ, റാക്ക് പിക്കിംഗ് ചിൽഡ്രനെ, റണ്ണവേഴ്സ്, അങ്ങനെയുള്ള പിള്ളേരെ അവർക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് ടൈപ്പ് ഓഫ് ലീവിങ്, എന്തെങ്കിലും പഠിക്കുക, അപ്പോൾ പ്രിൻറ്റിങ്ങോ കമ്പ്യൂട്ടറോ അതിലൊക്കെ ഫിറ്റാണെങ്കിൽ അവരെ അതിലേക്ക്, അല്ലെങ്കിൽ ടൈലറിങ്, വെൽഡിങ്, ക്യാൻഡിൽ മേക്കിങ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സേവനങ്ങൾ ഓഫർ ചെയ്ത് നോക്കി. അപ്പോൾ പലരും അതിൻ്റെ അകത്ത് പഠിച്ചു. ഒത്തിരി പലർക്കും ജോലി കിട്ടി. ഏകദേശം ഒരു 1000-1500 പിള്ളേർ ഇതിൽ കടന്നു പോയപ്പോൾ. പിന്നെ അത് കഴിഞ്ഞ് ഈ പിള്ളേരെ, ചെറിയ പിള്ളേരെ മാത്രമാക്കി വിളിച്ചുകൊണ്ട് വരിക, അവരെ സംസാരിക്കുകയും അപ്പോൾ അവരെ സ്കൂളിലേക്ക് അയക്കാനുമൊക്കെ പല സ്കൂളിലും കൊണ്ടുവിട്ടു. അവർക്ക് ഫീ ഉണ്ടെങ്കിൽ അവർ ഫീ ചെയ്തു, യൂണിഫോമൊക്കെ വാങ്ങിച്ചു കൊടുത്തു, ആഹാരമൊക്കെ ടൈംലി ഒക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്തു. ഒരു ടൈമിലൊരു ഇവിടെ താമസിക്കുന്ന ഒരു 120 ആൾക്കാർ വരെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ ഒരു ദിവസം നമ്മുടെ സെൻറ്ററിലും ഉള്ളിലും ഈ ആശ്രമത്തിലുമായിട്ട് ഏകദേശം ഒരു 500 പിള്ളേർ വരും. അപ്പോൾ സ്കൂൾ ഓൺ വീൽസ് എന്ന് പറഞ്ഞ് ഇപ്പോൾ പിള്ളേർ ബ്രിഡ്ജിൻ്റെ അണ്ടറിലും മാർക്കറ്റിലും ഒക്കെ കൂട്ടി ചെറിയ പിള്ളേരെ ബെഗ് ചെയ്യുകയും അല്ലെങ്കിൽ എന്തെങ്കിലും കച്ചറ പറക്കുകയൊക്കെ ചെയ്യുന്നവരെ അട്രാക്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ അകത്ത് ഒരു 300 പിള്ളേരോളം എല്ലാ ദിവസവും വരും അതിൻ്റെ അകത്തിൽ. I came here in 2005. One of the friend with Father Francis, Sister Mata. My mother was working there, and it was ladies hostel. So my mother brought me here, and after here I studied 11 years. I finished 11 years here, and now I'm in 10th standard. This institute helped me a lot, and I will never forget this institute. വിശപ്പ് മാറ്റുക എന്നുള്ളത്, ഞങ്ങൾ ഈ പോകുന്ന സ്ഥലത്തെല്ലാം തന്നെ ആഹാരവും കൊടുക്കും. അപ്പോൾ ഗവൺമെൻറ് ത്രൂ ആഹാരം അക്യൂർ ചെയ്ത് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ബോംബെയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സമയത്ത് എല്ലാ സെൻറ്ററുകളിലും ഒരാഹാരം കൊടുക്കുമായിരുന്നു. അപ്പോൾ അവർ രാവിലെ വന്ന് അവരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ബിസ്ക്കറ്റ് കൊടുക്കും. എന്ന് പറഞ്ഞാൽ പിള്ളേർ ഇത് കഴിക്കാൻ വേണ്ടി വരും. അപ്പോൾ ഈ സമയത്ത് നമ്മളിവരെ അട്രാക്ഷൻ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഇവർക്ക് ചിലപ്പോൾ പേരൻസ് ഉണ്ടായിരിക്കും, 2 പേരൻസും അടുത്ത് തന്നെ അവരും കൂടെ ഫാമിലി. അപ്പോൾ ഇവരെ डिस्कस किया था और को तालपुर स्कूल लाइक मैं एक्चुअली 2011 में आया था. तो मुझे आश्रम मतलब वो रूल्स था इधर, तो मुझे अच्छा नहीं लगता था. बाद में ओल्ड बच्चे लोग थे पहले बड़े बड़े, तो उन्होंने समझाया आपने को इधर सिर्फ पढ़ने के लिए रखा है और इधर आपने लाइफ के लिए रखा है. तो मैं थोड़ा उन लोग से सीखा. बाद में उन लोग ने हम लोग को संभाला, फिर संभाला और अभी मैं अच्छी तरह से रहता हूँ. പെൺകുട്ടികളെ കൂടുതൽ ഇതൊക്കെ നമ്മൾ ഹോസ്റ്റൽ മാതിരിയാണ് നടത്തുന്നത്. നമ്മുടെ ആശ്രമമുണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടി. ഒരു 10-20 പിള്ളേർ ഇപ്പോഴും ഉണ്ട് അവിടെ. അതിൽ പാസ്സായി കഴിഞ്ഞ് ഞങ്ങളൊരു 18 വയസ്സാകുമ്പോഴേക്കും ഇവരെ സെപ്പറേറ്റ് ചെയ്ത് ഫാമിലി ഉണ്ടെങ്കിൽ ഫാമിലിയിലേക്കും വേറെയെങ്കിലും നമുക്കത് കഴിഞ്ഞ് കെയർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഒന്നുമില്ല. പെൺകുട്ടികൾ പിന്നെയാണ് ഒരു സിസ്റ്റേഴ്സ് ത്രൂ ആണ് ഞാൻ ചെയ്യുന്നത്. ഒരു സിസ്റ്റേഴ്സിന് ഒരു ഹോം ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ അവിടെ പിള്ളേരെ സ്കൂളിൽ വിടും. അതാണ് മെയിനായിട്ടാണ് ഉള്ളത്. തെരുവിൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന കുട്ടികളെ എടുത്തുകൊണ്ട് വന്ന് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷൻ. ദരിദ്രമായി ചുറ്റുപാടിൽ ജീവിക്കുന്ന കുട്ടികൾ ഇതൊക്കെ ഈ ഓർഫനേജിൽ ഇന്ന് താമസിക്കുന്നുണ്ട്. ഏകദേശം ഒരു 10-15 വർഷത്തെ പരിചയമായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ചെറുതിലെ തൊട്ട് ഇത്തരം കുട്ടികളോടുള്ള തെരുവിൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെയാണ് അദ്ദേഹത്തെ ഈ ഒരു സാധ്യതയിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്. ജൻവികാസ് സൊസൈറ്റിക്ക് നഗരത്തിന്റെ പല ഭാഗങ്ങളിലായി 3 പുനരധിവാസ കേന്ദ്രങ്ങളും 5 ഡേ കെയർ സെന്ററുകളും 3 തൊഴിൽ പരിശീലന സ്ഥലങ്ങളും
6 സഞ്ചരിക്കുന്ന സ്കൂളുകളും ഉണ്ട്. 100ഓളം കുട്ടികൾ വിവിധ ബാലാശ്രമങ്ങളിൽ താമസിച്ച് പഠിക്കുന്നു. പഠനം കഴിഞ്ഞവർക്ക് സൊസൈറ്റി തൊഴിലിടങ്ങൾ കണ്ടെത്തുന്നു. മുൻ വിദ്യാർത്ഥികളെയും അന്തേവാസികളെയും കൂടി ഉൾപ്പെടുത്തി എല്ലാ മതങ്ങളുടെയും വിശേഷ ദിനങ്ങൾ ആഘോഷിക്കുന്നു. ആരിലും ആരുടെയും വിശ്വാസം അടിച്ചേൽപ്പിക്കുന്നില്ല. ആദ്യം ഇനിഷ്യലി എനിക്ക് തന്നെ ഇതുപോലെയുള്ള ഒരു മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഈ കോൺഗ്രിഗേഷനിൽ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇതുപോലെ ഇതൊക്കെ പണിയാൻ അതൊക്കെ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് പണം പിരിച്ചെടുത്ത് ചെയ്യുക. എൻ്റെ സുഹൃത്തുക്കളും മറ്റുള്ളവരും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ സ്കൂളുകളിൽ നിന്നും ചർച്ചുകളിൽ നിന്നുമൊക്കെ ചെറിയ സംഭാവനകൾ വന്നു. അങ്ങനെ കുറച്ച് എമൗണ്ട് റേസ് ചെയ്തു. ബാക്കിയുള്ളത് ഈ പല ഫണ്ടിങ് ഏജൻസീസിൽ നിന്ന്, കോഓപ്പറേറ്റീവ്സിൽ നിന്ന്, ഇൻഡിവിജ്വലിൽ നിന്ന്, അങ്ങനെ പല ആൾക്കാരും കൂടി കളക്ട് ചെയ്ത് ഒരു എമൗണ്ട് ഉണ്ടാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയത്. ഇവിടെ എടുക്കുന്ന പിള്ളേർ വിതൗട്ട് കാസ്റ്റ്, കളർ, റിലീജിയൻ ഓർ എനി അതർ ദിസ് വൺ, whatever, if the child needed our help, ജെന്യുവനായിട്ട് ആണെങ്കിൽ ഞങ്ങൾ തയ്യാറായിരുന്നു. എങ്ങനെയുള്ള പിള്ളേർ, മുസ്ലിം ആണേലും ഹിന്ദു ആണേലും ബുദ്ധിസ്റ്റ് ആണേലും ഈഴവനായാലും യാതൊരു വ്യത്യാസവും ഒരു ഇതിലും വരുത്തിയിട്ടില്ല. പിന്നെ ഇവരെ ഇതിൽ ത്രൂ ഞങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യാനി ആക്കണമെന്നും യാതൊരു ആഗ്രഹമില്ലായിരുന്നു. ഇതിൻ്റെ അകത്ത് കൺവേർട്ട് ചെയ്യാൻ ഞാൻ സമ്മതിച്ചു വരുന്നില്ല. ഞാൻ അതുകൊണ്ട് ആയിരുന്നപ്പോൾ തന്നെ ഇവരിപ്പോൾ ഒരാളെ അവർ തന്നെ നിശ്ചയിക്കുകയാണ് അവർ തന്നെ മാറണമെന്ന്. പക്ഷേ ഇതിൻ്റെ അകത്ത് വെച്ച് മാറാനോ ഇതിന് സംബന്ധമായിട്ട് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനോ അവർക്ക് ഒരു വളർത്താനോ ഞാൻ തയ്യാറല്ല. അവനോന് ഫെയ്ത്ത് അവനോന് തന്നെ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ മുസ്ലിം ആണെങ്കിൽ അവന് മോസ്കിൽ പോകാം, അവർക്ക് പ്രാർത്ഥിക്കാം, അവരുടേതായ ഡ്രസ്സുകൾ ഈ അവരുടെ കൂട്ട് സമയത്ത്. ഹിന്ദു ആണെങ്കിൽ അപ്പോൾ ഗണപതി സെലിബ്രേഷൻ, ദീപാവലി സെലിബ്രേഷൻ, പിന്നെ ദസറ സെലിബ്രേഷൻ, ഇതുപോലെയെല്ലാം നമ്മൾ ക്രിസ്മസിന് അതേ കണക്കിന് ക്രിസ്മസിന് നല്ലൊരു സെലിബ്രേഷൻ ഇവിടെയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാം. ഓരോ കുട്ടിയെയും മനുഷ്യത്വത്തിലേക്ക് ഉണർത്തുമ്പോൾ ഫാദർ ഫ്രാൻസിസ് മുളയ്ക്കൽ ദൈവത്തിലേക്ക് ഒരു പടി കൂടി അടുക്കുകയാണ്. യേശുവിൻ്റെ ആലയം അപകടത്തിലാണെന്നും അത് പുതുക്കി പണിയണമെന്നും പ്രാർത്ഥനയിൽ വെളിപ്പെട്ടപ്പോൾ സാക്ഷാൽ അസീസിയിലെ ഫ്രാൻസിസ് സുഖസൗകര്യങ്ങൾ ഉപേക്ഷിച്ച് ദരിദ്രർക്കിടയിലേക്ക് ഇറങ്ങിയതുപോലെ അനാഥർക്ക് നാഥനാവാനും വഴിയറിയാതെ അലഞ്ഞു തിരിയുന്ന കുഞ്ഞാടുകളെ നല്ലവനായ ഒരു ഇടയന്റെ ഉത്തരവാദിത്വത്തോടെ സന്മാർഗത്തിലേക്ക് തെളിക്കാനുമുള്ള ശ്രമത്തിൽ ഈ വിശ്വാസിയും സംതൃപ്തി കണ്ടെത്തുന്നു. It is easier to become a priest, but to live as a good priest and to serve the humanity as Christ did, it is rather difficult. ഒരു മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക്, പ്രത്യേകിച്ച് ഒരച്ഛന്, ഒരു സേവന മനോഭാവമുള്ള ഒരു മിനിസ്ട്രി തിരഞ്ഞെടുക്കുക, അതിൻ്റെ അകത്ത് ജീവിക്കുക, മറ്റുള്ളവരെ അതിലേക്ക് അടുപ്പിക്കുക ചെയ്യണമെങ്കിൽ അവനെ തന്നെ മറന്നു പോകണം. നമ്മൾ ഒരു മറ്റുള്ളവരുടെ ജീവിതത്തിനൊരു വളമായി തീരണം. അതിനുവേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുകയും ഈ മിനിസ്ട്രിയിൽ പെട്ടപ്പോൾ വളരെ വളരെ ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടുകയും ചെയ്തു. എന്നെ തന്നെ എനിക്ക് നോക്കുമ്പോൾ പല കാര്യങ്ങളും വ്യക്തതയില്ലാത്തതുണ്ട്. എന്നാലും ഈ മിനിസ്ട്രിയിൽ വന്നപ്പോൾ വളരെ സന്തോഷമായിട്ട് പ്രയോജനകരമായിട്ട് ദൈവം തന്ന ഓപ്പർച്യൂണിറ്റി എനിക്ക് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിലെനിക്ക് സംതൃപ്തിയുണ്ട്. പല കാര്യങ്ങളിലും എനിക്ക് വീഴ്ചകളും പ്രശ്നങ്ങളും അഭിമുഖീകരിച്ചിട്ടുമുണ്ട്. എന്നാലും വളരെ സംതൃപ്തി ഉണ്ട്. എനിക്ക് ഈ ജോലി ചെയ്യാൻ കിട്ടിയ സാധ്യതകളെയും ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. അതേ കണക്ക് തന്നെ എല്ലാ ഓപ്പർച്യൂണിറ്റിയും എനിക്ക് ജീവിതത്തിൽ തന്നിരിക്കുന്ന കുറവുകളും കുറ്റങ്ങളും ഡിഫിക്കൽറ്റിയും എല്ലാം ദൈവത്തിൽ നിന്ന് വന്നതാണ്. ദൈവത്തിൽ നിന്ന് എനിക്ക് തിരിച്ചു പോകും. എല്ലാ മനുഷ്യനും ഫൈനലി ആയിട്ട് ദൈവത്തിൽ എത്തിച്ചേരുന്ന ഒരു വിശ്വസിക്കുന്ന ഒരു മനുഷ്യനായാണ്. ദൈവത്തിലുള്ള വിശ്വാസവും ദൈവസ്നേഹത്തിലും വിശ്വസിക്കുന്ന ഒരാൾക്ക്
പരിപൂർണമായിട്ട് മറ്റുള്ളവരെ സേവിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനും ദൈവത്തിലേക്ക് അവസാനം എത്തിച്ചേരുവാനും സാധിക്കുകയുള്ളൂ.